ഡേ അമ്മാതിരി വിരട്ടലൊന്നും വേണ്ട കേട്ടോ. നീ കറുത്ത ഷർട്ട് ഇട്ടോണ്ട് വന്നേക്കുന്ന കരിങ്കൊടി കാണിക്കാനല്ലേടാ? അല്ലേടാ? എന്നാ കേട്ടോ, കരിങ്കൊടി കണ്ടൊന്നും ഞാൻ പേടിക്കൂല. ഗാന്ധിജിക്ക് വരെ കരിങ്കൊടി കിട്ടിയിട്ടുണ്ട്. ആ കഥ അറിഞ്ഞുടങ്ങി ദാ കേട്ടോ. 1931 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്തോളാമെന്ന് പറഞ്ഞ് ഗാന്ധിജിയും അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് ഇർവിനും ചേർന്ന് ഒരു പാക്ട് സൈൻ ചെയ്യുന്നത്. ഈ ഒരു പാക്റ്റിൽ പക്ഷേ ഭഗത് സിംഗിന്റെയും കൂട്ടാളികളുടെയും വധശിക്ഷ റദ്ദാക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചിരുന്നില്ല. ഈ ഒരു ഗാന്ധി ഇർവിൻ പാക്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1931 കറാച്ചി സെഷൻ കൂടുന്നത്. ഈ കറാച്ചി സെഷനിലേക്ക് പങ്കെടുക്കാൻ ഗാന്ധിജി പോകുന്ന വഴിക്കാണ് ഭഗത് സിംഗ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള നവജവാൻ ഭാരത് സഭയിലെ പ്രവർത്തകർ ഗാന്ധിജിയെ കരിങ്കൊടി കൊണ്ട് വരവേറ്റത്. ഇനി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസൊല്യൂഷനും അതുപോലെ തന്നെ നാഷണൽ എക്കണോമിക് പ്രോഗ്രാമിന്റെ റെസൊല്യൂഷനും പാസ്സാക്കപ്പെട്ടതും ഇതേ കറാച്ചി സെഷനിൽ വെച്ച് തന്നെയാണ്. അപ്പൊ കരിങ്കൊടി കിട്ടിയവരെല്ലാം മഹാത്മാരല്ല എന്നും കരിങ്കൊടി അത്ര മോശം കാര്യമല്ല എന്നും രണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് ഫോളോയും സബ്സ്ക്രൈബും ചെയ്തു.